ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കുറുമയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിരുന്നത് വെജിറ്റബിൾ കുറുമകളാണ്. അപ്പോൾ ഇന്ന് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ കുറുമയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പിന്നെ ഇതിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് വീഡിയോയിൽ ലാസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർക്കണം. അത് ഞാൻ ചേർത്തിട്ടുണ്ട്, പക്ഷെ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്താലേ ഈ കുറുമ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറുമ ക്രിസ്മസിനോ ഈസ്റ്ററിനോ അല്ലാതെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സൺഡേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇടിയപ്പമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ, പാലപ്പം ഇടിയപ്പമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു കുറുമയും കൂടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുറുമ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 2 സവോള, 8 അല്ലി വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 8 എടുത്തിരിക്കുന്നത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 10 അല്ലി എടുക്കാം. ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം കേട്ടോ. ഇത് അത്യാവശ്യം എരിവുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് മല്ലിയില, ഒരു 10 കാഷ്യൂനട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്താൽ മതി. നീളത്തിൽ കട്ട് ചെയ്യുക. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയതിന് ശേഷം വേണം നമ്മുടെ ഗ്രേവി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ ആദ്യം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ തന്നെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം വഴറ്റാനുള്ളതാണ്. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഓർമ്മയിൽ പറഞ്ഞതാണ്. 1/2 ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കുരുമുളകൊന്ന് ചൂടായി വരട്ടെ. കുരുമുളകൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, സവോള എല്ലാം ചേർക്കാം. കുരുമുളക് പൊട്ടിത്തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അരച്ച് ചേർക്കാം. ഞാനപ്പോൾ പൊടിയാണ് കേട്ടോ, ഗരം മസാല പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരുപാട് ബ്രൗൺ ആയി പോകണ്ട. ഒന്ന് കളർ ചേഞ്ച് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ഒന്ന് കളർ ചേഞ്ച് ആയി വരട്ടെ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലൈറ്റായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂണിൽ കൂടുതലാവണ്ട, നമ്മൾ കുറച്ച് ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ നിങ്ങൾ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി. ഈ ഒരു സ്റ്റേജിൽ ചേർക്കണ്ട. പിന്നെ കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. 1/2 ടീസ്പൂൺ. ഫ്രഷായിട്ട് കുരുമുളക് അരച്ച് ചേർക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കുക്കായി വന്നോളും. ഇനി ഈ മസാല ചൂട് മാറിയിട്ട് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ടും അരച്ചെടുക്കാം. ഇത് രണ്ടും അരച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ കുറുമ റെഡിയാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കട്ടെ. ചൂട് മാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേറെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്നിട്ടാണ് കുക്കാവേണ്ടത്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, കുറച്ച് ഉപ്പ് ചേർക്കുക.
ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് കുക്കായി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രേവി ഒന്ന് ചിക്കനിലേക്ക് പിടിച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ കാണുന്ന അളവിനേക്കാൾ കൂടുതലായിട്ട് ഗ്രേവി വരും കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ, നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മളിപ്പോൾ ചിക്കൻ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ചിക്കനിൽ നിന്ന് ഗ്രേവിയൊക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം. ഇതിന് വേറെ ഓപ്ഷനൊന്നുമില്ല കേട്ടോ. ഈ കുറുമയിൽ തേങ്ങ അരച്ചിട്ടും ചെയ്യാം, പക്ഷെ അത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു 3/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനിയും ഈ തേങ്ങാപ്പാലും കൂടി ചേർന്ന് നന്നായിട്ട് തിളച്ച് ഈ ചിക്കൻ ഒന്ന് കുക്കായി വരണം. അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് തന്നെ നമ്മുടെ കാഷ്നട്ട് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് ചിക്കൻ ഒന്ന് കുക്കായി വരട്ടെ. തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർത്തത്. എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലിൻ്റെ മധുരവും സവോള അരച്ചതിൻ്റെ മധുരവും വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പച്ചമുളക് കൂടുതൽ ചേർത്തതും കുരുമുളക് ചേർത്തതും. പിന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ കുരുമുളക് പൊടി ചേർത്താലും മതി, ഇപ്പോൾ അരച്ച് ചേർക്കുന്നതിന് പകരം. പക്ഷേ ഈ ഒരു ഗ്രേവിക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവും കുരുമുളക് അരച്ച് ചേർത്തതിൻ്റെ. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി കുറുകി വരും കേട്ടോ. അപ്പോൾ തേങ്ങയുടെ 1ാം പാലൊക്കെ അടുപ്പിച്ച് വയ്ക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടെന്നുള്ളതനുസരിച്ച് വേണം നമ്മൾ കാഷ്നട്ട് അരച്ച് ചേർക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾ കാഷ്നട്ട് അരച്ച് ചേർക്കുന്നതെങ്കിൽ, ഇത്രയും ഗ്രേവി ഉള്ളപ്പോഴാണ് കാഷ്നട്ട് അരച്ച് ചേർക്കുന്നതെങ്കിൽ, ഇതൊന്ന് കുറുകി ഒന്ന് നമ്മൾ 1ാം പാലും കൂടി ചേർക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആയിരിക്കില്ല. കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വറ്റുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. കാഷ്നട്ടൊക്കെ ഒന്ന് കുറുകി വന്നിട്ട് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 പിഞ്ച് പഞ്ചസാരയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പച്ചമുളകാണ് അരച്ചിട്ടുള്ളത്, കുരുമുളകും അരച്ചിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടി പോവാതെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകാനായിട്ട് നമ്മൾ എല്ലാ വെജിറ്റബിൾ കുറുമയിലും ചേർക്കുന്ന പോലെ തന്നെ 1 പിഞ്ച് പഞ്ചസാര ഈ ഒരു കുറുമയിലും ചേർക്കാം. അപ്പോൾ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയിക്കോളും. ഈ ഒരു കുറുമ നമ്മുടെ പാലപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷൻ ആണെങ്കിലും ഏറ്റവും നല്ല കോമ്പിനേഷൻ വരുന്നത് പാലപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെയാണ്. കള്ളപ്പത്തിൻ്റെ കൂടെ അത്ര ഇതുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ പാലപ്പത്തിൻ്റെ ചെറിയ മധുരവും എരിവുള്ള കുറുമയും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ കണ്ടോ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചൂട് മാറി വരുന്നതനുസരിച്ച് കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ എരിവ് ചേർക്കേണ്ടത് പച്ചമുളകല്ല, നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇനി എരിവിനൊന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് എരിവുണ്ട്. 4 പച്ചമുളകും 1/2 ടീസ്പൂൺ കുരുമുളകും ഉണ്ടല്ലോ. പിന്നെ ഗരം മസാലയിൽ എരിവുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. തീ കുറച്ച് വയ്ക്കുക. 1ാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഭംഗിയുള്ള കളറിലുള്ള കറി റെഡി ആയിക്കഴിഞ്ഞു. ഈ 1ാം പാൽ നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറി ഇരുന്ന് കഴിയുമ്പോൾ ഉള്ള കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്, കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ചൂട് മാറി വരുമ്പോൾ ഒന്ന് തിക്കായി വരും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് മതി, അധികം വേണ്ട. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുക, ഇല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ മിക്സ് ചെയ്തെടുക്കുക, സവോളയൊക്കെ ഒന്ന് വഴറ്റി അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറി റെഡിയായി. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, ഇനി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നില്ല. തേങ്ങാപ്പാൽ ചൂടായിട്ടുണ്ട്, ഇനി പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ചൂടായി വന്നോളും. പാനിൻ്റെ ചൂടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ആ ചൂടൊക്കെ മാറി വരുമ്പോഴാണല്ലോ കറിയുടെ തിക്നെസ് കറക്റ്റായിട്ട് മനസ്സിലാവുക. നമ്മൾ കാഷ്നട്ട് ചേർത്തതുകൊണ്ട് തന്നെ നല്ല ആ ഒരു കൊഴുപ്പുണ്ടാവും, ഗ്രേവിക്ക് നല്ലൊരു തിളക്കവുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റൈറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ഐക്കൺ കാണാം, അതും പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.